മാങ്ങ ഒരുപാട് കിട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ മാങ്ങ മാക്സിമം ഉപയോഗിക്കാമെന്നാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് വീണ്ടും ഒരു മാങ്ങ റെസിപ്പിയാണ്. മാങ്ങ രസം, പച്ചമാങ്ങ രസം, സൂപ്പെന്നും പറയാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ ചെറുതെടുത്താൽ മതി കേട്ടോ. ഇനി ചെറുതായി മുറിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കഴുകിയിട്ട് അതും ഇടുന്നുണ്ട്. പിന്നെ ഒരു അര ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. 2-3 വിസിലടിച്ചിട്ട് വേവിച്ച് അതിനൊന്ന് ഉടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ഇട്ടത്. ഇനി ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളക് കീറിയത്, ഇത്രയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, കായം, പിന്നെ കുറച്ച് രസപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ, കരിഞ്ഞു പോകാൻ വിടരുത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മാങ്ങയും പരിപ്പും കൂടെ അല്ലേ അത് അതിലേക്ക് ഇടാം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണല്ലോ ഇരിക്കുന്നത്, നമുക്ക് ഇത്ര കട്ടി വേണ്ട. അപ്പോൾ നമ്മൾ ആ വേവിച്ച കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഒരുപാട് കട്ടി വേണ്ട, ഒരുപാട് ലൂസും വേണ്ട കേട്ടോ. ഇനി ഉപ്പ് ചേർക്കാം. പിന്നെ രസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മല്ലിയില. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറേ സമയമൊന്നും തിളപ്പിക്കേണ്ട, കാരണം ഇത് ഓൾറെഡി എല്ലാം വെന്തിട്ടുള്ളതാണല്ലോ. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് നന്നായി ബോയിൽ വന്നാൽ മതി. ഇപ്പം നല്ല ബോയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് മണ്ണിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഓഫാക്കിയാലും. ഇനി ചെറിയൊരു താളിപ്പും കൂടെ, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും. ഞാൻ ഒരു മുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ, എല്ലാം കൂടെ എരിവ് കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കത് രസത്തിലേക്ക് ഒഴിക്കാം. പച്ചമാങ്ങ രസം ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെ കഴിക്കുക, അതല്ലെങ്കിൽ വെറുതെ കുടിക്കുകയും ചെയ്യുക, സൂപ്പ് പോലെ കേട്ടോ.